എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു ലീക്ക് ടെസ്റ്റ് നടത്താം, ഒഴിപ്പിക്കുക, റെഫ്രിജറേറ്ററിൽ ഗ്യാസ് ചാർജ് ചെയ്യുക എന്നിവ എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. കംപ്രസറിൽ ജ്വലിപ്പിച്ച് അധിക ചാർജിംഗ് ട്യൂബ് ഉണ്ടാക്കുക. 2. ഫ്ലെയർഡ് കോപ്പർ ട്യൂബുള്ള ബ്രേസ് കംപ്രസർ ചാർജിംഗ് ട്യൂബ്. 3. ഗേജ് മാനിഫോൾഡും നൈട്രജൻ സിലിണ്ടറും ഉപയോഗിച്ച് കംപ്രസർ ചാർജിംഗ് ട്യൂബ് ബന്ധിപ്പിക്കുക. 4. സിസ്റ്റത്തിലേക്ക് ഡ്രൈ നൈട്രജൻ വാതകം ചാർജ് ചെയ്യുക. 5. ഒരു സോപ്പ് ലായനി ഉപയോഗിച്ച് ചോർച്ച പരിശോധിക്കുക. 6. ചോർച്ച പാടുകൾ ബ്രേസ് ചെയ്യുക. 7. ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് സിസ്റ്റം ബന്ധിപ്പിക്കുക. 8. സിസ്റ്റം നിർജ്ജലീകരണം. 9. സിസ്റ്റത്തിലെ ഉയർന്നതും താഴ്ന്നതുമായ വശത്തെ മർദ്ദത്തിൽ സിസ്റ്റം ഒഴിപ്പിക്കുക. 10. സിസ്റ്റത്തിലേക്ക് ഗ്യാസ് ചാർജ്. 11. സിസ്റ്റം പിഞ്ച് ചെയ്യുക. ഇത് പ്രായോഗികമാക്കാൻ ആവശ്യമായ മെറ്റീരിയലും ഉപകരണങ്ങളും നമുക്ക് ശേഖരിക്കാം. 1. കോമ്പിനേഷൻ പ്ലെയർ ഒരെണ്ണം. 2. സിലിണ്ടർ കീ ഒരെണ്ണം. 3. ഡിജിറ്റൽ തെർമോമീറ്റർ ഒരെണ്ണം. 4. LP HP ഗേജുകളുള്ള ഗേജ് മാനിഫോൾഡ് ഒരു സെറ്റ്. 5. ഡബിൾ എൻഡ് സ്പാനർ ഒരു സെറ്റ്. 6. ക്രമീകരിക്കാവുന്ന സ്പാനർ 10 ഇഞ്ച് 25 സെന്റിമീറ്റർ ഒരെണ്ണം. 7. യോക്ക് ഉള്ള ഫ്ലയറിംഗ് ബ്ലോക്ക് ഒരു സെറ്റ്. 8. കൺവെൻഷണൽ റെഫ്രിജറേറ്റർ ഒരെണ്ണം. 9. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ ഒരെണ്ണം. 10. വാക്വം പമ്പ് 2 ഘട്ടം ഒരെണ്ണം. 11. റെഫ്രിജറന്റ് ഗ്യാസ് സിലിണ്ടർ ഒരെണ്ണം. 12. 2 സ്റ്റേജ് റെഗുലേറ്ററുള്ള നൈട്രജൻ സിലിണ്ടർ ഒരെണ്ണം. 13. സോപ്പ് ലായനി ആവശ്യാനുസരണം. നടപടിക്രമം. ടാസ്ക് 1. കംപ്രസർ കൺവെൻഷണൽ റെഫ്രിജറേറ്ററിൽ ജ്വലിപ്പിച്ച് അധിക ചാർജിംഗ് ട്യൂബ് ഉണ്ടാക്കുക. സ്റ്റെപ്പ് 1. കംപ്രസറിന്റെ ചാർജിംഗ് ട്യൂബ് വഴി സിസ്റ്റത്തിൽ ഗ്യാസ് ഇല്ലെന്ന് ഉറപ്പാക്കുക. അത് തുറന്നിരിക്കണം. സ്റ്റെപ്പ് 2. ചെമ്പ് ട്യൂബ് 6 mm മൃദുവായത് 4/1 ഓടി എടുക്കുക. ഫ്ലെയറിംഗ് ബ്ലോക്കും യോക്കും ഉപയോഗിച്ച് ഒരറ്റം ജ്വലിപ്പിക്കുക. സ്റ്റെപ്പ് 3. ഫ്ലെയർ നട്ട് 6 mm കോപ്പർ ട്യൂബിലൂടെ 6 mm ഫ്ലെയ്ഡ് ചെയ്യാത്ത അറ്റത്ത് തിരുകുക. സ്റ്റെപ്പ് 4. കംപ്രസർ പ്രോസസ് ട്യൂബിലേക്ക് കോപ്പർ ട്യൂബിന്റെ 6 mm ജ്വലിക്കുന്ന അറ്റം 15 mm തിരുകുക. ശ്രദ്ധിക്കുക, യൂണിറ്റ് അല്ലെങ്കിൽ അപ്ലയൻസ് ചോർച്ച പരിശോധനയ്ക്ക് ശേഷം ചെയ്യേണ്ട ഈ പ്രായോഗിക വ്യായാമം. യൂണിറ്റ്, അപ്ലയൻസ് ഇതിനകം ചോർച്ച പരിശോധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 5. ആംഗിൾ വാൽവ് ഇൻലെറ്റ് പോർട്ട് കംപ്രസർ പ്രോസസ്സിലേക്ക് അധികമുള്ളത് ട്യൂബ് ഫ്ലെയർ നട്ടിലേക്ക് ശരിയാക്കുക. സ്റ്റെപ്പ് 6. അനുയോജ്യമായ ഇരട്ട എൻഡ് സ്പാനറും ക്രമീകരിക്കാവുന്ന സ്പാനറും ഉപയോഗിച്ച് ജോയിന്റ് ആംഗിൾ വാൽവ് ഫ്ലെയർ നട്ട് ശക്തമാക്കുക. സ്റ്റെപ്പ് 7. ആംഗിൾ വാൽവ് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നടപടിക്രമം. ടാസ്ക് 2. അധിക ഫ്ലെയർഡ് കോപ്പർ ട്യൂബുള്ള ബ്രേസ് കംപ്രസർ ചാർജിംഗ് ട്യൂബ്. സ്റ്റെപ്പ് 1. ഗ്യാസ് വെൽഡിംഗ് ബ്രേസിംഗ് സെറ്റ് എടുക്കുക. സ്റ്റെപ്പ് 2. ഓക്സിജൻ സിലിണ്ടറിന്റെ വാൽവ് തുറന്ന് മർദ്ദം നിയന്ത്രിക്കുക. സ്റ്റെപ്പ് 3. LPG സിലിണ്ടറിന്റെ വാൽവ് തുറന്ന് മർദ്ദം നിയന്ത്രിക്കുക. സ്റ്റെപ്പ് 4. ബ്രേസിംഗ് ടോർച്ച് കത്തിച്ച് തീജ്വാല സജ്ജമാക്കുക. ന്യൂട്രൽ തരം. സ്റ്റെപ്പ് 5. ഒരു അധിക ചെമ്പ് ട്യൂബ് 6 mm ഉപയോഗിച്ച് കംപ്രസർ ചാർജിംഗ് ട്യൂബിന്റെ പോയിന്റിലേക്ക് തീജ്വാല എടുക്കുക. സ്റ്റെപ്പ് 6. ബ്രേസിംഗ് റോഡ് ചെമ്പ് ഉപയോഗിച്ച് പോയിന്റ് ബ്രേസ് ചെയ്യുക. സ്റ്റെപ്പ് 7. പോയിന്റ് തണുക്കാൻ അനുവദിക്കുക. ടാസ്ക് 3. ഗേജ് മാനിഫോൾഡും ഡ്രൈ നൈട്രജൻ ഗ്യാസ് സിലിണ്ടറും ഉപയോഗിച്ച് കംപ്രസർ ചാർജിംഗ് ട്യൂബ് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 1. ഫ്ലെയർ യൂണിയൻ 6 mm ഉപയോഗിച്ച് അധിക ചാർജിംഗ് ട്യൂബിന്റെ ഫ്ലെയർ നട്ട് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 2. ഫ്ലെയർ യൂണിയന്റെ മറ്റേ അറ്റം ചാർജിംഗ് ഹോസ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3. ചാർജിംഗ് ഹോസിന്റെ മറ്റേ അറ്റം HP ഹൈ പ്രഷർ പോർട്ട് ഓഫ് ഗേജ് മാനിഫോൾഡുമായി ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 4. ഗേജ് മാനിഫോൾഡിന്റെ ഇന്റർമീഡിയറ്റ് പോർട്ട് മറ്റൊരു ചാർജിംഗ് ഹോസ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5. നൈട്രജൻ സിലിണ്ടറിന്റെ ഔട്ട്ലെറ്റ് ഭാഗവുമായി ചാർജിംഗ് ഹോസിന്റെ മറ്റേ അറ്റം ബന്ധിപ്പിക്കുക. ടാസ്ക് 4. സിസ്റ്റത്തിലേക്ക് ഡ്രൈ നൈട്രജൻ വാതകം ചാർജ് ചെയ്യുക. സ്റ്റെപ്പ് 1. എല്ലാ ത്രെഡ് സ്ക്രൂ പോയിന്റുകളും ഇറുകിയ ഫിറ്റ് പൊസിഷനിലാണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. ഇല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ, ചാർജിംഗ് ഹോസ് മുറുക്കാൻ, ഡബിൾ എൻഡ് സ്പാനർ, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്പാനർ, ഫ്ലെയർ നട്ട്സ്, ഫ്ലെയർ യൂണിയനുകൾ എന്നിവ ഉപയോഗിച്ച് ജോയിന്റുകൾ ശക്തമാക്കുക. സ്റ്റെപ്പ് 3. വാൽവ് കീ ഉപയോഗിച്ച് നൈട്രജൻ സിലിണ്ടർ വാൽവ് തുറക്കുക. സ്റ്റെപ്പ് 4. മർദ്ദം 50 PSI ആയി നിയന്ത്രിക്കുക പ്രഷർ റെഗുലേറ്ററിൽ.
സ്റ്റെപ്പ് 5 ആന്റി ക്ലോക്ക് ദിശയിലേക്ക് നോബ് മൃദുവായി തിരിക്കുന്നതിലൂടെ ഗേജ് മാനിഫോൾഡിന്റെ HP ഹൈ പ്രഷർ പോർട്ട് നോബ് തുറക്കുക. സ്റ്റെപ്പ് 6 സിസ്റ്റത്തിലേക്ക് ഒഴുകുന്ന നൈട്രജൻ വാതകം നിരീക്ഷിക്കുക. മാനിഫോൾഡിന്റെ HP ഗേജിലെ റീഡിംഗ് ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 7 നൈട്രജൻ ഒഴുക്ക് 15 മുതൽ 20 സെക്കൻഡ് അനുവദിക്കുക. സ്റ്റെപ്പ് 8 ഗേജ് മാനിഫോൾഡിന്റെ നോബ് ക്ലോക്ക് വൈസ് മൃദുവായി തിരിക്കുന്നതിലൂടെ അടയ്ക്കുക. സ്റ്റെപ്പ് 9 പ്രഷർ ഗേജ് HP മാനിഫോൾഡിലെ റീഡിംഗ് നിരീക്ഷിക്കുക. സ്റ്റെപ്പ് 10 മർദ്ദം 150 PSIG-യിൽ എത്തിയില്ലെങ്കിൽ മാനിഫോൾഡിന്റെ നോബ് വീണ്ടും തുറക്കുന്നതിലൂടെ സിസ്റ്റത്തിലേക്ക് നൈട്രജൻ ഒഴുക്ക് വീണ്ടും അനുവദിക്കുക. സ്റ്റെപ്പ് 11 മർദ്ദം 150 PSI-യിൽ എത്തുമ്പോൾ നൈട്രജൻ സിലിണ്ടറിന്റെ വാൽവ് അടയ്ക്കുക. റെഗുലേറ്റർ നോബ് അടയ്ക്കുക. സ്റ്റെപ്പ് 12 ഗേജ് മാനിഫോൾഡിന്റെ നോബ് അടയ്ക്കുക. സ്റ്റെപ്പ് 13 ഡ്രൈ ബൾബ് തെർമോമീറ്റർ എടുത്ത് അന്തരീക്ഷവായുവിന്റെ താപനില കണ്ടെത്തുക. സ്റ്റെപ്പ് 14 സമയം രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 15 ഈ എക്സസൈസിന്റെ അവസാനം നൽകിയിരിക്കുന്ന പട്ടിക കോളത്തിലെ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 16 ഗേജ് മാനിഫോൾഡും നൈട്രജൻ സിലിണ്ടറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചാർജിംഗ് ഹോസ് 2 നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 17 ഡമ്മി നട്ട് ബ്രാസ് 6 mm ഉപയോഗിച്ച് മാനിഫോൾഡിന്റെ ഇന്റർമീഡിയറ്റ് പോർട്ട് അടയ്ക്കുക. ടാസ്ക് 5 സോപ്പ് ലായനി ഉപയോഗിച്ച് ചോർച്ച പരിശോധിക്കുക. സ്റ്റെപ്പ് 1 500 മില്ലി ശുദ്ധമായ വെള്ളം നിറച്ച ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റൽ മഗ് എടുക്കുക. സ്റ്റെപ്പ് 2 25 മില്ലി സോപ്പ് ലായനി വെള്ളത്തിൽ ചേർക്കുക. സ്റ്റെപ്പ് 3 നന്നായി ഇളക്കി ഒരു പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് നുര ഉണ്ടാക്കുക. സ്റ്റെപ്പ് 4 നുര പര്യാപ്തമല്ലെങ്കിൽ മിശ്രിതത്തിലേക്ക് കുറച്ച് സോപ്പ് ലായനി ചേർക്കുക. സ്റ്റെപ്പ് 5 സോപ്പ് ലായനി മിശ്രിതത്തിലേക്ക് സ്പോഞ്ച് മുക്കിവയ്ക്കുക. സ്റ്റെപ്പ് 6 ബ്രഷ് ഉപയോഗിച്ച് കുറച്ച് സോപ്പ് ലായനി മിശ്രിതമെടുത്ത് പോയിന്റുകളിൽ ലായനി പുരട്ടുക. ഹോസ് അഡാപ്റ്ററുകൾ, ഫ്ലയർ നട്ട്സ് മുതലായവ ചാർജ് ചെയ്യുന്ന സ്വേജ്ഡ് ജോയിന്റുകൾ, ബ്രേസ്ഡ് ജോയിന്റുകൾ, കോപ്പർ ട്യൂബുകൾ ഒന്നിച്ചു ചേർന്ന സ്ഥലങ്ങൾ. സ്റ്റെപ്പ് 7 ലായനിയും നുരയും ഉപയോഗിച്ച് സ്പോഞ്ച് എടുക്കുക. ജോയിന്റുകളുടെ അടിയിൽ വയ്ക്കുക. സ്റ്റെപ്പ് 8 സോപ്പ് ലായനി മിശ്രിതത്തിലൂടെ സിസ്റ്റത്തിൽ നിന്ന് നൈട്രജൻ കുമിളകൾ വരുന്നത് ശ്രദ്ധയോടെ നോക്കുക. സ്റ്റെപ്പ് 9 കുമിളകളൊന്നുമില്ലെങ്കിൽ ചോർച്ച ഇല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സ്റ്റെപ്പ് 10 ജോയിന്റിൽ എന്തെങ്കിലും കുമിളകൾ ഉണ്ടെങ്കിൽ ജോയിന്റിൽ കൂടുതൽ സോപ്പ് ലായനി ചേർത്ത് അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കൃത്യമായി കണ്ടെത്തുക. സ്റ്റെപ്പ് 11 സ്ക്രൂഡ് ത്രെഡ് ജോയിന്റുകൾ, ഫ്ലയർ നട്ട്സ്, ചാർജിംഗ് ഹോസ് അഡാപ്റ്ററുകൾ ചോർച്ചയുണ്ടെങ്കിൽ അത് ഫിറ്റാക്കി ഡബിൾ എൻഡ് സ്പാനറോ ക്രമീകരിക്കാവുന്ന സ്പാനറോ കട്ടിംഗ് പ്ലെയറോ ഉപയോഗിച്ച് ചോർച്ച തടയുക. സ്റ്റെപ്പ് 12 ബ്രേസ്ഡ് ജോയിന്റുകളിൽ കോപ്പർ ട്യൂബിൽ ചോർച്ചയുണ്ടെങ്കിൽ ചോർച്ച സ്ഥിരീകരിച്ച് അറ്റകുറ്റപ്പണികൾക്കായി ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 13 സ്ക്രൂ ചെയ്ത ബ്രേസ് ചെയ്ത ജോയിന്റുകളിൽ ചോർച്ച ഇല്ലെങ്കിൽ അടുത്ത 24 മണിക്കൂർ മർദ്ദം നിലനിർത്താൻ സിസ്റ്റം വിടുക. സ്റ്റെപ്പ് 14 24 മണിക്കൂറിന് ശേഷം റീഡിംഗ് മർദ്ദം, അന്തരീക്ഷ താപനില, സമയം എന്നിവ രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 15 മുൻ ദിവസത്തെ റീഡിംഗുമായി സമ്മർദ്ദത്തിന്റെ റീഡിംഗ് താരതമ്യം ചെയ്യുക. സ്റ്റെപ്പ് 16 രണ്ട് റീഡിംഗുകൾ തമ്മിൽ വ്യത്യാസമില്ലെങ്കിലോ 2 റീഡിംഗുകൾക്കിടയിൽ 5 മുതൽ 10 വരെ PSI വ്യത്യാസമുണ്ടെങ്കിലോ സിസ്റ്റത്തിന് ചോർച്ചയില്ല. ടാസ്ക് 6 ചോർച്ചയുള്ളിടം ബ്രേസ് ചെയ്യുക. സ്റ്റെപ്പ് 1 ബ്രേസ് ചെയ്ത ജോയിന്റുകളിൽ എന്തെങ്കിലും ചോർച്ച പാടുകളെ അടയാളപ്പെടുത്തുന്നു. സ്റ്റെപ്പ് 2 സിസ്റ്റത്തിൽ നിന്ന് നൈട്രജൻ മർദ്ദം പുറത്തുവിടുക. സ്റ്റെപ്പ് 3 എമറി പേപ്പറുകൾ ഉപയോഗിച്ച് ചോർച്ച പാടുകൾ വൃത്തിയാക്കുക. സ്റ്റെപ്പ് 4 ബ്രേസിംഗ് ടോർച്ച് കത്തിക്കുക. കണ്ണട ഉപയോഗിക്കുക. സ്റ്റെപ്പ് 5 ചോർച്ചയുള്ള പൈപ്പുകളുടെ മുകളിലും താഴെയുമുള്ള ജോയിന്റുകളിൽ ചുവന്ന ചൂടാകുമ്പോൾ ഫ്ലെക്സ് ഉപയോഗിച്ച് കോപ്പർ റോഡ് പുരട്ടുക. സ്റ്റെപ്പ് 6 വെൽഡിംഗ് ടോർച്ച് നിർത്തുക. ബ്രേസിംഗ് ജോയിന്റ് തണുക്കട്ടെ. സ്റ്റെപ്പ് 7 ഡ്രൈ നൈട്രജൻ ഉപയോഗിച്ച് സിസ്റ്റത്തിൽ മർദ്ദം വർദ്ധിപ്പിക്കുക. സ്റ്റെപ്പ് 8 എല്ലാ ബ്രേസ് ജോയിന്റുകളിലും സോപ്പ് വെള്ളം ഉപയോഗിച്ച് ചോർച്ച പരിശോധിക്കുക. സ്റ്റെപ്പ് 9 ചോർച്ചയില്ലെങ്കിൽ നൈട്രജൻ മർദ്ദം പുറന്തള്ളുക. ടാസ്ക് 7 വാക്വം പമ്പ് ഉപയോഗിച്ച് സിസ്റ്റം ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 1 ചാർജിംഗ് ഹോസിന്റെ ഒരറ്റം 1 ആംഗിൾ വാൽവിന്റെ ഔട്ട്ലെറ്റുമായി ബന്ധിപ്പിക്കുക. ഒരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് ജോയിന്റ് മുറുക്കുക. സ്റ്റെപ്പ് 2 ചാർജിംഗ് ഹോസിന്റെ മറ്റേ അറ്റം 1 ഗേജ് മാനിഫോൾഡിന്റെ LP ലോ പ്രഷർ പോർട്ടിലേക്ക് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 3 ഇന്റർമീഡിയറ്റ് പോർട്ട് ഓഫ് ഗേജ് മാനിഫോൾഡിലേക്ക് ചാർജിംഗ് ഹോസിന്റെ ഒരറ്റം 2 ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 4 ചാർജിംഗ് ഹോസിന്റെ മറ്റേ അറ്റം 2 വാക്വം പമ്പിന്റെ ഇൻലെറ്റ് പോർട്ടിലേക്ക് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 5 ഗേജ് മാനിഫോൾഡിന്റെ HP ഹൈ പ്രഷർ പോർട്ട് ഒരു ബ്രാസ് ഫ്ലെയർ ഡമ്മി നട്ട് 6 mm ഉപയോഗിച്ച് അടയ്ക്കുക. സ്റ്റെപ്പ് 6 കട്ടിംഗ് പ്ലെയർ ഹോസുകൾ ചാർജ് ചെയ്യാൻ അനുയോജ്യമായ ഡബിൾ എൻഡ് സ്പാനറുകൾ, ഫ്ലെയർ നട്ട്സ്, ഡമ്മി നട്ട്സ് മുതലായവയ്ക്ക് ഉപയോഗിച്ച് സ്ക്രൂ ചെയ്ത ത്രെഡ് ചെയ്ത ജോയിന്റുകൾ ശക്തമാക്കുക. സ്റ്റെപ്പ് 7
ഗേജ് മാനിഫോൾഡിന്റെ HP, LP നോബുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. റീക്യാപ്പ്: ഈ വീഡിയോയിൽ ഇതുവരെ എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തത്: 1. ഫ്ലെയർ കംപ്രസറിൽ അധിക ചാർജിംഗ് ട്യൂബുകൾ ഉണ്ടാക്കുക. 2. ബേസ് കംപ്രസർ ചാർജിംഗ് ട്യൂബുകൾ. 3. ഗേജ് മാനിഫോൾഡും നൈട്രജൻ സിലിണ്ടറും ഉപയോഗിച്ച് കംപ്രസർ ചാർജിംഗ് ട്യൂബ് ബന്ധിപ്പിക്കുക. 4. സിസ്റ്റത്തിലേക്ക് നൈട്രജൻ വാതകം ചാർജ് ചെയ്യുക. 5. ഒരു സോപ്പ് ലായനി ഉപയോഗിച്ച് ചോർച്ച പരിശോധിക്കുക. 6. ചോർച്ചപ്പാടുകൾ ബ്രേസ് ചെയ്യുക. 7. ഒരു വാക്വം പമ്പ് ഉപയോഗിച്ച് സിസ്റ്റം ബന്ധിപ്പിക്കുക. ഇതുവരെ ഇത് കണ്ടതിന് നന്ദി. ഒരു നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു.